ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൈയടി വേണ്ടെങ്കിലല്ലേ അതിനകത്ത് തുടക്കത്തിനൊരു ഉഷാറുണ്ടാവുള്ളൂ. അങ്ങനെ 1/4 നൂറ്റാണ്ടായി മലയാളം ഈ മണ്ണിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഗൾഫ് നാടുകളിൽ ഒരു ഇന്ത്യൻ പത്രം തുടങ്ങുമ്പോൾ അത് മലയാളത്തിലാണ് ആദ്യം തുടങ്ങിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ ഉതകുന്ന കാര്യം. ആ പത്രത്തിന്റെ പേര് ഗൾഫ് മാധ്യമം. ആ ഗൾഫ് മാധ്യമത്തിന്റെ 25 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഹാർമോണിയസ് കേരള ഒരുക്കുന്നു. അതിന്റെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനിൽ നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ മുമ്പൊന്ന് ഉഷാറായിട്ടിരിക്കുക അല്ലേ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇപ്പം മിഥുനേട്ടൻ പറഞ്ഞ പോലെ തന്നെ മാധ്യമം കുടുംബത്തിലൊരു അംഗം പോലെ ആയിട്ടുണ്ട് ഞാൻ. ഏത് ഗൾഫ് രാജ്യത്തോ നാട്ടിലോ മാധ്യമത്തിൻ്റെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം या गरीब नवाज या गरीब नवाज या गरीब सिंदूरा सिंगार फूल तेरा आई तो वैसे उनसे काटे गया सिंदूरा मैं तुम्हें मारूं मैं पीड़यारूं मंचिल पोकरूं मन क्यों वरनाई मनसागी उन्मादम अप्पा अप्पा मनसागी उन्मादम अप्पा 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 मैं तुम्हें मारूं मैं पीड़यारूं मंचिल पोकरूं मन क्यों वरनाई മനസാകി ഉന്മാദം അപ്പാ അപ്പാ മനസാകി ഉന്മാദം അപ്പാ അപ്പാ इन दो धारी अखियों से मखना
ഒരുപാട് നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം എന്നറിയില്ല. ആദ്യമായിട്ടാണ് സ്റ്റാർ സിംഗേഴ്സിൻ്റെ ഒപ്പം ഒരു വേദി ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മധുബാലകൃഷ്ണൻ ചേട്ടൻ, സിത്താര ചേച്ചി, അങ്ങനെ ഒരുപാട് നല്ലൊരു ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒരുമിച്ച് ദമാമിലെ മലയാളികളുടെ ഒപ്പം ഒരു ഷോ നമ്മുടെ ഹാർമോണിയസ് കേരള വീണ്ടും എൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വിമൽ നടുക്ക് പോയി നിന്നോ അഴകിയ ലേല. ആദ്യമേ തന്നെ ഇവിടെ ദമാമിൽ തന്നെയുള്ള കുട്ടികളാണ്, അവര് തന്നെയാണ് നിഖിലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഡാൻസ് പഠിച്ച് പെർഫോം ചെയ്യുന്നത്. അവരുടെ വെൽക്കം ആയിരുന്നു അത്. ഒരു വലിയ കാര്യം ആ കുട്ടികൾക്ക് കൊടുക്കുക ആദ്യം. താങ്ക് യു മക്കളെ, താങ്ക്സ് അല്ലോ, താങ്ക് യു. നിഖില വന്നതിന്റെ ആരവാണോ ഇപ്പൊ കേട്ടത്? ഒരു ഹോൺ അടിച്ചല്ലോ അവിടെ. എന്തായിരുന്നത്? ആരോ ഊസല കൊണ്ടുവന്നിട്ടുണ്ടോ? ആണോ? അടിപൊളി. ചെറുത് കഴിഞ്ഞ് തരണേ, വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ശരി, അപ്പോ ദമാം നിഖില ഫസ്റ്റ് ടൈം ഇൻ സൗദിയിലും ആദ്യമായിട്ട്. നിഖില ഇത്രയും പടങ്ങൾ അഭിനയിച്ച് ഇത്രയും നല്ല പാട്ടുകൾ, ആ പോരാമയൊക്കെ പോലുള്ള ഗംഭീര പാട്ടുകളുണ്ട്. എന്നിട്ടും ആ പഴയ തമിഴ് പാട്ടിൽ അറിയപ്പെടാനാണ് യോഗം. അഴകിയ ലൈല എന്ന് കേട്ടാ ഇപ്പൊ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ആരെയാണ്? പണ്ട് രംഭ ഉണ്ടായിരുന്നു, ഇന്ന് നിഖില വിമൽ മാത്രമല്ലേ ഉള്ളൂ. കൊടുക്കൊരു വലിയ കൈയടി നിഖിലയ്ക്ക്. നിഖില ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം വരുന്നെങ്കിൽ ഗുരുവായൂരമ്പലം നടയിൽ ശരിക്കും തന്ന ഒരു ഐഡന്റിറ്റി ഭയങ്കര രസം. നമ്മൾ ഹാർമണിയിലോട്ടാണ് പോകുന്നതെങ്കിലും അതിനു മുമ്പ് നമ്മൾ നേരത്തെ നടന്ന ഒരു വേർതിരിവ് ഇനി കുറച്ചങ്ങോട്ട് വരേണ്ടി വരും. Only the male fans of Asif Ali make some noise. Now the female fans of Asif Ali make some noise. ഏതാ ആസിഫെ വലുത്? Damam! I love you more! Guys, ആദ്യം ഈ വർഷം നിങ്ങൾക്ക് ആസിഫിന്റെ പടങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ഒരു വലിയ കൈഡി കൊടുത്തേ. ആസിഫ്, അമേസിംഗ് ചോയ്സ് ഓഫ് മൂവീസ്, അമേസിംഗ്. അതിനിടയിൽ അതിന്റെ ഒരു ഡയറക്ടർ അവിടെ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ജോയ്സ് ഹിയർ ഇൻ ദ ഹൗസ്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്നൊരു കൈയടി കേട്ടോ എല്ലാ ജസ്റ്റിന് വേണ്ടിയിട്ട്. തലവൻ ഇഷ്ടമായ ആൾക്കാർ ജസ്റ്റിന് ഒരു സ്നേഹം കൊടുത്ത്. ഓക്കെ ആസിഫ്, ദമാം. യെസ്, അത് ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരുന്നത് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗൾഫ് മാധ്യമത്തിന്റെ 25ാം വാർഷികം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ? 100%. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സിനിമ, രാഷ്ട്രീയ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരു ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ചത്തി, പൂന്താലിപ്പുഴയൊരു അമ്പത്തി, പൂന്താലിപ്പുഴയൊരു അമ്പത്തി. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞ
ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ ബാനറുകളില്ലാതെ ചാൻസ് ചോദിച്ച് വരുന്നവനും ഉള്ളതാണ് സിനിമ എന്നുള്ളതിന്റെ തെളിവാണ് ഇതായി നിൽക്കുന്നത്. അതിന് കൊടുക്കണം ഒരു വലിയ കൈയടി. എന്തോ ഒരുപാട് 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 നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്.